ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ആണ്ടുവട്ടത്തിലെ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് നാം കടക്കുകയാണ്. ഇന്ന് നാം വിചിന്തനം ചെയ്യുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 12 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. ഇതിന് രണ്ട് ഭാഗമുണ്ട്. ആദ്യത്തെ ഭാഗം 12 മുതൽ 17 വരെയുള്ള ഭാഗത്തിൽ യേശുവിൻ്റെ ദൗത്യം ആരംഭിക്കുകയാണ്, ആഹ്വാനമാണ്. രണ്ടാമത്തെ ഭാഗത്തിൽ 18 മുതൽ 22 വരെയുള്ള ഭാഗത്തിൽ കർത്താവായ യേശു തൻ്റെ ആദ്യത്തെ 4 ശിഷ്യന്മാരെ വിളിക്കുന്നത്. ഇത് രണ്ടും കൂടി ചേർന്ന ഭാഗമാണ് കർത്താവിൻ്റെ ദൗത്യ ആരംഭം. ആദ്യ ഭാഗത്ത് കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ. ഇതാണ് കർത്താവിൻ്റെ ആഹ്വാനം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ ഒരു പ്രത്യേകത പഴയ നിയമ പശ്ചാത്തലത്തിൽ വിവരിച്ചുകൊണ്ട് പഴയ നിയമ പ്രവാചകന്മാരുടെ പൂർത്തീകരണമാണ് ക്രിസ്തു എന്ന് എഴുതി ചേർക്കുകയാണ് വിശുദ്ധ മത്തായി. അതുകൊണ്ട് തന്നെ അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ഒരു ജനതയ്ക്ക് അവർ ഒരു പ്രകാശം കാണും. മരണത്തിൻ്റെ നിഴലിലായിരിക്കുന്നവർക്ക് അവർക്ക് വേണ്ടി ഒരു ദീപ്തി ഉദയം ചെയ്യും. ഇതെല്ലാം കർത്താവിനെയും അവൻ്റെ വചനത്തെയും കുറിച്ച്. അവൻ പ്രകാശമാണ്, അവൻ്റെ വചനം വെട്ടമാണ്, വെളിച്ചമാണ്. അവൻ്റെ വചനങ്ങൾ, അവൻ്റെ ജീവിതം തന്നെ മറ്റുള്ളവർക്ക് ഒരു പുതിയൊരു യുഗത്തിൻ്റെ തുടക്കമാണ് എന്ന രീതിയിലാണ് വിശുദ്ധ മത്തായി അവതരിപ്പിക്കുന്നത്. യേശുവിൻ്റെ പ്രധാനപ്പെട്ട ആഹ്വാനം എന്ന് പറഞ്ഞാൽ, ഇതാ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, ദൈവത്തിൻ്റെ രാജ്യം വരാൻ പോകുന്നു, അതുകൊണ്ട് നീ മാനസാന്തരപ്പെടുക. മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതായത് മെത്തനോയ്യ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്ന് വരുന്നു അത് ഈ മാനസാന്തരം എന്നത്. മെത്തനോയ്യ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഓഫ് ഹാർട്ട്. അതിൻ്റെ വാച്യാർത്ഥം മറുകണ്ഠം ചാടുക എന്നുള്ള, അതായത് മരണത്തിൽ നിന്ന് ജീവനിലേക്ക്, അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, തിന്മയിൽ നിന്ന് നന്മയിലേക്കുള്ളൊരു ചാട്ടമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതായത് നമ്മുടെ മലയാള ദൈവശാസ്ത്ര ബൈബിൾ പണ്ഡിതനായ മാത്യു വെള്ളാനിക്കനച്ചൻ്റെ ഒരു വ്യാഖ്യാനമുണ്ട്. അതായത് നമ്മുടെ അഹത്തിൽ നിന്നുള്ള മോചനമാണ് യഥാർത്ഥ മാനസാന്തരം. അതായത് പാപം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആംഗലേയ പദം സിൻ എന്നാണ്. സിൻ എന്ന വാക്കിൻ്റെ നടുവിലുള്ള അക്ഷരം ഐ ആണ്. ഈ ഐ നമ്മുടെ ഈഗോയെ സൂചിപ്പിക്കുകയാണ്. ഈ ഐ മാറിയിട്ട്, ഈഗോ മാറിയിട്ട് അവിടെ നാം ശൂന്യമായി കഴിഞ്ഞാൽ, അതായത് നാം നമ്മെ തന്നെ ശൂന്യവൽക്കരിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ അഹം മാറിക്കഴിഞ്ഞാൽ അവിടെ സിൻ എന്ന വാക്ക് സൺ എന്ന വാക്കായി, SON സൺ എന്ന വാക്കായി മാറുന്നു. അതായത് നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിത്തീരുന്നു. നമ്മളെ സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട്, നമ്മുടെ അഹത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട്, ഞാനല്ല, ദൈവമേ നീയാണ് വലിയവൻ, നിൻ്റെ കാരുണ്യമാണ് ഓരോ നിമിഷവും എന്നെ വഴി നടത്തുന്നതെന്ന അനുഭവത്തിലേക്ക് വരുമ്പോൾ അത് യഥാർത്ഥ മാനസാന്തരമാണ്. ഈ മാനസാന്തരം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വരുന്നത് പശ്ചാത്താപത്തിലൂടെയാണ്. പശ്ചാത്താപം എന്ന് പറഞ്ഞാൽ വെറുതെ കണ്ണീരൊഴുക്കലല്ല, വാരി വലിച്ച് കരയുന്നതോ വൈകാരിക പ്രകടനങ്ങളോ നടത്തുന്നതോ എല്ലാം പ്രധാനപ്പെട്ട കാര്യമല്ല. മറിച്ച് വൈകാരിക പ്രകടനങ്ങൾക്കപ്പുറമായി ചില തീരുമാനങ്ങളാണ്. ഉദാഹരണമായിട്ട് സുവിശേഷത്തിൽ സഖേയൂസ്, നമുക്കറിയാം, സഖേയൂസിൻ്റെ മാനസാന്തരം എന്ന് പറഞ്ഞാൽ ചില തീരുമാനങ്ങളായിരുന്നു, വികാര പ്രകടനങ്ങളായിരുന്നില്ല. അതൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും ചില തീരുമാനങ്ങളിലേക്കും റിസൾട്ടിലേക്കും അത് നയിക്കുകയാണ്. ആരെയെങ്കിലും ഞാൻ വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 1-ന് 4 ഇരട്ടിയായി നൽകാം, എൻ്റെ സ്വത്തിൻ്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ ജീവിതത്തിൽ പ്രായോഗികമായ ഒരു വശം അവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാനസാന്തരം ചില വൈകാരിക പ്രകടനങ്ങളോ ധ്യാനം കൂടിക്കഴിഞ്ഞ് ഉണ്ടാകുന്ന ചില നൊമ്പരങ്ങൾ ഏറ്റുപറച്ചിലുകളോ ഒക്കെയല്ല, മറിച്ച് നന്മയുടെ വഴിയിൽ ഞാൻ നടക്കും എന്ന ചില തീരുമാനങ്ങളും അത് പ്രാവർത്തികമാക്കലുമാണ്. അതുകൊണ്ട് കർത്താവ് ആഹ്വാനം ചെയ്ത് അത്തരത്തിലുള്ള ഒരു മാനസാന്തരത്തിലേക്കാണ്. മാനസാന്തരം ഉദ്ദേശിച്ച് മെത്തനോയ്യ. രണ്ടാമത്തെ ഭാഗം 22 മുതൽ 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ആദ്യത്തെ 4 ശിഷ്യന്മാരെ വിളിക്കുകയാണ്. ആദ്യത്തെ ശിഷ്യന്മാർ പത്രോസും അന്ത്രയോസും, അവർ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ ശിഷ്യന്മാർ സെബെദീപുത്രന്മാരായിട്ടുള്ള യാക്കോബും യോഹന്നാനും, അവർ വല നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്.
തൻ്റെ പിതാവിനോടും മറ്റു വേലക്കാരോടും കൂടെ വല നന്നായിക്കൊണ്ടിരിക്കും. രണ്ടുപേരുടെ ലക്ഷ്യം എന്താണ്? ഒരേ ലക്ഷ്യമാണ്, മീൻ പിടിക്കുക, മീൻ കിട്ടണം, ജീവിതത്തിൽ അത് സ്വന്തമാക്കണം, ജീവിതം കരിപ്പിടിപ്പിക്കണം. അതിനുവേണ്ടി അവർ മത്സ്യം പിടിക്കുന്നു. കർത്താവ് അവരെ വിളിക്കുന്നത് എന്താണ്? ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. അപ്പോൾ വള്ളവും വഞ്ചിയും കടലും അതിൻ്റെ തലങ്ങളും അതുമായി ബന്ധപ്പെട്ട് വിപണനങ്ങളും ഒക്കെ ആയിട്ട് അവർ ജീവിക്കുകയായിരുന്നു. എന്നാൽ ആ വിപണനത്തിൻ്റെ കച്ചവടത്തിൻ്റെ ലോകത്തിൽ നിന്ന് അവരെ കർത്താവ് വിളിക്കുന്നു മനുഷ്യമഹാസ്നേഹത്തിൻ്റെ തലത്തിലേക്ക്. അപ്പോൾ മത്സ്യവിപണനത്തിൻ്റെ ഒരു ലോകത്തിൽ നിന്ന് കർത്താവ് അവരെ വിളിക്കുന്നത് ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. നിങ്ങളെ ഞാൻ എന്തിനു വേണ്ടിയാണ്? നിങ്ങളെ ഞാൻ മനുഷ്യമഹാസ്നേഹത്തിൻ്റെ ഒരു സംസ്കാരത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അവരുടനെ ഉപേക്ഷിച്ചുകൊണ്ട് അതെല്ലാം വള്ളവും വലയും പിതാവിനെയും സ്വന്തങ്ങളും ബന്ധങ്ങളും ജീവിതശൈലിയുമൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് പുതിയൊരു ജീവിതത്തിലേക്ക് അവർ വരികയാണ്. അതുപോലെ തന്നെ മത്തായിയുടെ അവസ്ഥ നോക്കുക. ചുങ്കസ്ഥലത്തിരുന്ന് ചുങ്കം പിരിച്ചുകൊണ്ടിരിക്കുന്നു. പലിശയും കൂട്ടുപലിശയും കണക്കുകളും ഒക്കെ ആയിട്ട് മത്തായി നാണയങ്ങളുടെ ലോകത്താണ് മത്തായി ഇരിക്കുന്നത്, അല്ലേ? ഹെൽപ്പയുടെ പുത്രൻ. അപ്പോൾ അവിടുന്ന് കർത്താവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ കണക്കെഴുതി തള്ളുന്നത് പോലെ നാണയങ്ങളുടെ ലോകത്തിൽ മനുഷ്യനെയും എഴുതി തള്ളുമായിരുന്നു. ആ നാണയങ്ങളുടെ പലിശയുടെ കൂട്ടുപലിശയുടെ ഒക്കെ ലോകത്തിൽ നിന്ന് അവൻ മനുഷ്യമഹാസ്നേഹത്തിൻ്റെ ലോകത്തിലേക്ക് കർത്താവ് വിളിക്കുകയാണ്. പ്രിയമുള്ളവരെ, 2 ചോദ്യങ്ങൾ. നമ്മളെയും കർത്താവ് വിളിക്കുന്നുണ്ട്. കർത്താവ് വിളിച്ചവരാണ് നമ്മളെല്ലാവരും തന്നെ. എന്നാൽ അതിനുവേണ്ടി വിലപ്പെട്ട എന്തൊക്കെ നാം ഉപേക്ഷിച്ചിട്ടുണ്ട്? രണ്ടാമത്തെ ചോദ്യം, ഈശോ നാണയങ്ങളുടെ ലോകത്തിൽ മനുഷ്യരെ എഴുതിത്തള്ളുന്ന ഈ ഒരു സംസ്കാരമുള്ള ഈ ലോകത്തിൽ നിന്ന് ക്രിസ്തുവിൻ്റെ മനുഷ്യമഹാസ്നേഹത്തിൻ്റെ ലോകത്തിലേക്ക് നാം യഥാർത്ഥത്തിൽ വന്നിട്ടുണ്ടോ? മനുഷ്യമഹാസ്നേഹത്തിൻ്റെ ദൈവരാജ്യ സംസ്ഥാപനത്തിൻ്റെ കർത്താവിൻ്റെ സദ്വാർത്തയായി മനുഷ്യജീവിതങ്ങളുടെ അഗാധ തലങ്ങളിലേക്ക് ചെല്ലാൻ ക്രിസ്തു ശിഷ്യർ എന്ന നിലക്ക് നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.